ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂജ തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് പൂജയുടെ കാര്യങ്ങളൊക്കെ ഒരുക്കി എല്ലാവരും പൂജയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. ഈ സമയത്താണ് അമ്മായി ഒരു കാര്യം പറയണം. അയ്യോ ക്ഷമിക്കണം അഞ്ജലി മോളെ, ഞങ്ങളൊരു കാര്യം മറന്നു. പ്രീതിക്കും ആകാശിനും വേണ്ടിയിട്ട് പൂജിച്ച് വെച്ചിട്ടുള്ള ഒരു നെയ്യ് ഞങ്ങൾ എടുക്കാൻ മറന്നു. അപ്പോൾ ശ്രുതിനെ പറഞ്ഞയച്ച് അത് എടുപ്പിക്കാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറയുകയാണ്, എനിക്ക് പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് പറയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ ശ്രുതിനെയും കൂടെ പറഞ്ഞയക്കാമെന്ന് അഞ്ജലി പറയാണ് കേട്ടോ. അപ്പോൾ ഒരു രണ്ടുപേരും കൂടെ പോയിട്ട് വരട്ടെ, രണ്ടുപേരും കൂടെ പോയിട്ട് ആ നെയ്യ് എടുത്തിട്ട് വരട്ടെ, അപ്പോഴേക്കല്ലേ പൂജയൊക്കെ ആവുള്ളൂ എന്നൊക്കെ അഞ്ജലിയും പറയും കേട്ടോ. ഇത് കാണുമ്പോൾ മുത്തശ്ശിനൊന്ന് നോക്കുന്നുണ്ട് അഞ്ജലി. അശ്വിൻ്റെ മുഖം എങ്ങനെയാണെന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അവരതും കൂടെ പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അശ്വിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എനിക്ക് പോകുന്നത്, ശ്രുതി മാത്രം പോയാൽ പോരെ, അല്ലെങ്കിൽ എനിക്ക് മാത്രം പോയാൽ പോരെ എന്നുള്ള രീതിയിൽ അശ്വിൻ സംസാരിക്കുന്നുണ്ട്. എന്തായാലും അവർ രണ്ടുപേരും കൂടി ഒരു നെയ്യെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകാണ് കേട്ടോ. അങ്ങനെ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഇവരെ എങ്ങനെ നോക്കി നിൽക്കാണ് കേട്ടോ ഇവർ വരുന്നത്. കുറേ സമയം കഴിഞ്ഞിട്ട് ഇവരെ കാണാതാകുമ്പോൾ അശ്വിൻ ആകെ ടെൻഷനാവാണ്. അന്നേരം ശ്രുതിയുടെ ഫോണിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അഞ്ജലി ശ്രുതിയുടെ ഫോൺ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ശ്രുതി ഫോൺ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അഞ്ജലി വന്നിട്ട് കുഞ്ഞിനോട് ചോദിക്കുകയാണ്, കുഞ്ഞ നീ എന്തിനാണ് ശ്രുതിയുടെ ഫോണിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രുതി ഫോൺ എടുത്തിട്ടില്ല, ഫോൺ എടുക്കാൻ മറന്നു എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അവൾ ഫോൺ എടുത്തിട്ടില്ലേ, അവൾ ഇത്ര നേരമായിട്ട് കാണുന്നില്ലല്ലോ ചേച്ചി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അഞ്ജലി പറഞ്ഞിട്ട്, നീ എന്തിനാ കുഞ്ഞിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അതിനൊന്നും കാര്യമില്ല, അവർ രണ്ടുപേരും ഒരുമിച്ചല്ലേ പോയിട്ടുള്ളത്, അവർ ഒരുമിച്ച് വരട്ടെ എന്നൊക്കെ അഞ്ജലി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ അശ്വിന് ദേഷ്യം വരികയാണ്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, എന്തായാലും അവർ കുറേ സമയമായില്ലേ പോയിട്ട്, ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാൻ ചേച്ചി എന്ന് പറയണം. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, എന്നാൽ ശരി നീ പോയി അന്വേഷിച്ചിട്ട് വരാൻ പറയാം കേട്ടോ. അങ്ങനെ അശ്വിൻ അന്വേഷിക്കാൻ പോവുകയാണ്. ഒരുപാട് ദൂരം പോയിട്ട് ഇവരെ കാണുന്നില്ല. ആ സമയത്താണ് ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് ഒരു ആംബുലൻസ് ഇങ്ങനെ പോകുന്നത് അശ്വിൻ്റെ കണ്ണിൽ ഇങ്ങനെ പെടുന്നത്. അപ്പം അശ്വിൻ ഓടി ചെന്നിട്ട് അവന് ചോദിക്കുകയാണ്, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിക്ക് ഒരു അപകടം സംഭവിച്ചാണെന്ന് പറയും കേട്ടോ. ആ സമയത്ത് അവിടെ നിന്ന് ശ്രുതിയുടെ ചെരുപ്പിൻ്റെ ആ ഒരു ഭാഗം കിട്ടുകയാണ് കേട്ടോ. അതുമെന്ന് അടർന്നു പോയൊരു പൂ പോലത്തെ സാധനം ഇങ്ങനെ കിട്ടുകയാണ്. ആ സാധനം അശ്വിൻ ഇങ്ങനെ കയ്യിലെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ ഉറപ്പിക്കുകയാണ്, ദൈവം അപകടം പറ്റിയിട്ടുള്ള ശ്രുതിക്കാണെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ആംബുലൻസിൻ്റെ ബാക്കിൽ കൂടെ ഓടുകയാണ് കേട്ടോ. ശ്രുതി എന്ന് വിളിച്ചിട്ട് ഓടുകയാണ്. അപ്പോഴേക്കും ആംബുലൻസ് വിട്ടുപോകും. അശ്വിൻ ഇങ്ങനെ മറിഞ്ഞിങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ താഴത്തേക്ക്. കേട്ടോ അശ്വിൻ ഓടി വന്നിട്ട് വീണ്ടും വണ്ടിയിൽ കയറിയിട്ട് പോകാൻ കേട്ടോ. അങ്ങനെ ഒരുപാട് ദൂരം വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ആംബുലൻസിൻ്റെ പിന്നീട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ ശ്രുതിനെ കണ്ടോടുകൂടിയിട്ട് അശ്വിന് ഭയങ്കര ആശ്വാസമാവാണ് കേട്ടോ. ആശ്വാസത്തോടൊപ്പം തന്നെ അശ്വിന് ആകെ ടെൻഷനും അതുപോലെ തന്നെ ദേഷ്യമൊക്കെ വരികയാണ്. അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ റോഡരികിൽ നിൽക്കുകയാണ്. കാരണം എനിക്കെൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് യാത്ര തുടരാൻ പറ്റാതിരിക്കുകയാണ്. ആ സമയത്ത് അശ്വിന് ഓടിച്ചില്ലാണ് കേട്ടോ. ഓടി ചെന്നിട്ട് ശ്രുതിനെ ഇങ്ങനെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്ത് ഭാവിച്ചാണ് നടക്കുന്നത്, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ശ്രുതി എന്താണെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, എനിക്ക് പറ്റൂല, നീ ഇല്ലാതെ പറ്റൂല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അശ്വിൻ. കാരണം അശ്വിൻ ശ്രുതി മരിച്ചു പോയി എന്നുള്ള രീതിയിലാണ് എടുത്തിരുന്നത്. ശ്രുതിക്ക് അപകടം പറ്റി എന്നുള്ള രീതിയിൽ. അപ്പോൾ പറയുന്നുണ്ട്, ഞാനൊരു നിമിഷം നീ മരിച്ചു പോയി എന്ന് വരെ ഞാൻ വിചാരിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും എനിക്ക് അവിടേക്ക് വരികയാണ് കേട്ടോ. എനിക്ക് വരുമ്പോൾ, അശ്വിൻ ബ്രോ, ഞങ്ങളുടെ വണ്ടി ഒന്ന് കേടായി, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കേണ്ടി വന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അശ്വിൻ പറയുന്നത്, എനിക്ക് വണ്ടി ശരിയാക്കിയിട്ട് വീട്ടിലേക്ക് വാ, ഞാൻ ശ്രുതിയും വീട്ടിലേക്ക് പോക്കോളാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ശ്രുതി പറയും, വേണ്ട ഞാൻ നന്ദിച്ചേട്ടൻ്റെ കൂടെ പോക്കോളാം എന്ന് പറയാം കേട്ടോ. അത് വേണ്ട. അപ്പോൾ എനിക്ക് പറയുന്നുണ്ട്, വേണ്ട ശ്രുതി എന്തായാലും അശ്വിൻ ബ്രോയുടെ കൂടെ ഞാൻ എന്തായാലും വണ്ടി ശരിയാക്കിയിട്ട് വരാം, വണ്ടി ശരിയാക്കാതെ ഇവിടെ വരാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും അവിടെ പൂജയുടെ സമയമൊക്കെ ആയില്ലേ എന്നൊക്കെ പറയും. ഈ സമയത്ത് ശ്രുതിക്ക് വേറെ നിവൃത്തിയില്ലാതെ അശ്വിൻ്റെ വണ്ടി കയറി പോകേണ്ടി വരികയാണ് കേട്ടോ. കാരണം ശ്രുതി ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞോട് കൂടിയിട്ട് അശ്വിനും ആശ്വാസം, അതുപോലെ തന്നെ അശ്വിൻ്റെ മനസ്സിൽ ശ്രുതിയോടുള്ള ഒരു ഇഷ്ടമൊക്കെ പുറത്തേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ അത്രയാണ് നാളത്തെ എപ്പിസോഡിലെ പ്രധാന ഭാഗങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.